Hi everyone, welcome to our new session. Today we are going to talk about question paper, second year higher secondary equivalency examination, May 2024. പ്രീവിയസ് ഇയറിൽ നിങ്ങളുടെ എക്സാമിന് സെക്കൻഡ് ഇയേഴ്സിന്റെ എക്സാമിന് നടന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ 4 മാർക്കിന് ചോദിച്ച ചോദ്യങ്ങൾ നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യാണ്. ഒപ്പം എക്സാമിനോട് അടുക്കുമ്പോൾ നിങ്ങളെ കുറച്ചും കൂടി പ്രിപ്പയർഡ് ആക്കാനുള്ള ഒരു ശ്രമവും കൂടിയാണ്. സോ ലെറ്റ്സ് മൂവ് ടു അവർ ക്ലാസ്. സോ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ട്രാവൽ എന്ന് പറയുന്ന ചാപ്റ്ററിനെ ഒഴിവാക്കി ഒരു ചോദ്യം പ്രതീക്ഷിക്കരുത്. ട്രാവൽ ഉറപ്പായിട്ടും ചോദിക്കുന്ന ഷോർട്ട് ക്വസ്റ്റ്യനിൽ ഒന്നാണ്. ബിഫോർ ദാറ്റ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കടക്കുന്നതിന് മുന്നേ അല്ലെങ്കിൽ കഴിഞ്ഞ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ PYQ പറയുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് 80 മാർക്കിനാണ് എക്സാം ഉള്ളത്. റിട്ടേൺ ടെസ്റ്റ് 80 മാർക്കിന് 24 മാർക്കാണ് നിങ്ങൾക്ക് ജയിക്കാൻ വേണ്ടത് അല്ലെ? അതില് നിങ്ങളുടെ 4 മാർക്കിന്റെ സെഷനിൽ തന്നെ നിങ്ങൾക്ക് ജയിക്കാനുള്ള മാർക്കുണ്ട്. 5 ക്വസ്റ്റ്യൻസ് ആണ് അറ്റൻഡ് ചെയ്യേണ്ടത്. അപ്പൊ തന്നെ നിങ്ങൾക്ക് 20 മാർക്സ് കിട്ടിയിരിക്കും. അപ്പൊ ആ 4 മാർക്കിന്റെയും 6 മാർക്കിന്റെയും ക്വസ്റ്റ്യൻസിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുക. 4 മാർക്കിന് ചോദിച്ച ചോദ്യങ്ങളെല്ലാം നമ്മളൊന്ന് അതില് 4 ചോദ്യങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട്. ഒപ്പം RL സ്റ്റീവൻസന്റെ ട്രാവലിൽ നിന്ന് നിങ്ങൾക്ക് 4 മാർക്കിനും ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യണം. അതേപോലെ 8 മാർക്കിന് essay ക്വസ്റ്റ്യൻ ആയിട്ടും 2024 ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിരുന്നു. നമ്മള് അടുത്ത എക്സാമിനും ഇത് തന്നെ ചോദിക്കും എന്ന് പറയല്ല, ഒരു പ്രഡിക്ഷൻ ഒന്നും നടത്താല്ല. പക്ഷെ ട്രാവൽ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ഉറപ്പാണ്. 4 മാർക്കോ 6 മാർക്കോ 8 മാർക്കോ അത് ഏതുമായിക്കോട്ടെ, ട്രാവൽ ഉറപ്പായും പഠിക്കുക. പഠിച്ചിട്ട് വേണം നിങ്ങൾ എക്സാമിനായിട്ട് തയ്യാറായി പോകാൻ. പിന്നീട് ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ളത്, ഒരു മറ്റൊരു പോയവുമായിട്ട് കമ്പയർ ചെയ്യാൻ ചോദിക്കുമ്പോഴും നിങ്ങൾ പഠിച്ചിട്ടുള്ള ട്രാവലിന്റെ അപ്രിസിയേഷൻ എഴുതാൻ മറക്കരുത്. ഒപ്പം തന്നിരിക്കുന്ന പോയവും കൂടെ ഒന്ന് കമ്പയർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് 8 മാർക്ക് ക്വസ്റ്റ്യൻ ആണെങ്കിൽ മിനിമം അവരൊരു 6 മാർക്കെങ്കിലും ഇവാലുവേറ്റേഴ്സ് ഒരു 6 മാർക്കെങ്കിലും തരാനായിട്ട് അവർക്ക് തോന്നും. അതുപോലെയാണ് അപ്രിസിയേഷൻ തയ്യാറാക്കി എഴുതേണ്ടത്. അതുകൊണ്ട് 4 മാർക്കിനും 8 മാർക്കിനും ചോദിച്ച ചോദ്യമാണ് ട്രാവൽ. അതാണ് ഇത്തരത്തിൽ ലെങ്തി ആയിട്ടുള്ള ആൻസർ തന്നിട്ടുള്ളത്. നമുക്ക് ആൻസറിലേക്ക് കടക്കാം. സോ 4 മാർക്സിന് ചോദിച്ചത് വാട്ട് ദ ക്വസ്റ്റ്യൻ ഈസ് ദ സെൻട്രൽ തീം ഓഫ് ദ പോയം ട്രാവൽ. 8 മാർക്സിന് ചോദിച്ചത് മറ്റൊരു പോയവുമായിട്ട് കമ്പയർ ചെയ്യാനാണ് ചോദിച്ചത്. അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻസ് വന്നാലും വി ഹാവ് ടു നോ സംതിങ് അബൌട്ട് ദ പോയം. അപ്പൊ നമുക്ക് ഡയറക്റ്റ് നമുക്ക് ഇതിന്റെ ഏറ്റവും സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഒരു എസ്സേയിലേക്ക് കടക്കാം. സോ പ്രിപ്പയർ ആൻഡ് അപ്രിസിയേഷൻ ചോദിച്ചാലും തീം ചോദിച്ചാലും എഴുതാൻ പറ്റുന്ന തരത്തിൽ പഠിച്ചു വെക്കുക. Travel is a beautiful poem written by R.L. Stevenson. So, firstly, you have to mention the chapter or the name of the poem and the poet. It shows the poet's love of travel. അദ്ദേഹത്തിന് യാത്രകൾ ഇഷ്ടമാണെന്ന് നമുക്ക് പോയം തുടങ്ങുമ്പോൾ തന്നെ മനസ്സിലാവും. ഇറ്റ് ഷോസ് ദ പോയറ്റ്സ് ലവ് ഓഫ് ട്രാവൽ. അഗൈൻ സോറി, ഇറ്റ്സ് എ റിപ്പിറ്റേഷൻ. 2 പ്രാവശ്യം വരെ വന്നിട്ടുണ്ട്, നിങ്ങളൊന്ന് ഇഗ്നോർ ചെയ്തേക്കാം. ദ സ്പീക്കർ ഓഫ് ദ പോയം ഈസ് എ ബോയ്. ഈ ഒരു ചാപ്റ്ററിലെ സ്പീക്കർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ RL സ്റ്റീവൻസൺ ആയിട്ട് തന്നെയല്ല പറയുന്നത്. ഹി ജസ്റ്റ് ഇമാജിൻ ആസ് എ ബോയ്, ഒരു കുട്ടിയുടെ ശബ്ദത്തിലാണ് പോയം പറയുന്നത്. ഹി ടെൽസ് us about the places he likes to visit. പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളെ കുറിച്ചാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. സോ ഏതൊക്കെയാണ്, വേർ ഡസ് ദ പോയറ്റ് ലൈക്ക് ടു വിസിറ്റ് എന്നുള്ള ക്വസ്റ്റ്യനും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതിനുള്ള ആൻസർ കൂടിയാണ്. എ വണ്ടർഫുൾ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ പ്ലേസസ് ഈസ് ഗിവൻ ഇൻ ദി പോയം. First, the boy would like to go to an imaginary land where the golden apples grow. Golden apples അല്ല, ഒരു ഇമാജിനറി ലാൻഡിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന കുട്ടി. ഹിസ് നെക്സ്റ്റ് ചോയ്സ് ഈസ് പാരറ്റ് ഐലൻഡ്. പാരറ്റ് ഉള്ള ഒരു ദ്വീപിലേക്ക്, where there are cockatoos and goats. നമ്മള് പഞ്ചവർണ്ണ തത്ത എന്നൊക്കെ പറയുന്നത് പോലെ ബിഗ് പാരറ്റ്സ് ആണ്. ബിഗ് പാരറ്റ്സും അതുപോലെ ആടുകളും ഒക്കെയുള്ള ഒരു ഐലൻഡ്. Then he wishes to go to the eastern cities. കിഴക്ക് കോൺസ്റ്റാന്റിനോപ്പിൾ പോലെ മോസ്കും മിനററ്റ്സും ഒക്കെ ഒരുപാട് പള്ളികളൊക്കെയുള്ള ബിസി ബസാറൊക്കെ ഉള്ള ഒരു ഈസ്റ്റേൺ സിറ്റിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന, നമ്മുടെ ഇമാജിനറി ലാൻഡിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ദ ബോയ് ഹു ഡിസൈഡ്സ് ടു ഗോ the places where he liked to visit.
ആഫ്റ്റർ ദാറ്റ് കംസ് ദ ഗ്രേറ്റ് വാൾ ഓഫ് ചൈന. ചിലതൊക്കെ ഫിക്ഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇമാജിനറി ആയിട്ടുള്ള പ്ലേസസ് ആണെങ്കിൽ സം ആർ റിയൽ. ഗ്രേറ്റ് വാൾ ഓഫ് ചൈന, ചൈന വൻമതിൽ കാണാൻ ആഗ്രഹിക്കുന്ന കുട്ടി. ഇറ്റ് ഈസ് ഫോളോഡ് ബൈ വൈഡ് ആൻഡ് ടോൾ ഫോറസ്റ്റ്. വൈഡ് ആസ് ഇംഗ്ലണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് പോയത്തില്. ഇംഗ്ലണ്ട് പോലെ പരന്നതും അത്രയും തന്നെ അത്രയും വിശാലമായ ഫോറസ്റ്റ് കാണാൻ ആഗ്രഹിക്കുന്നു. ദ ഫോറസ്റ്റ് ആർ ഫുൾ ഓഫ് ലീവ്സ് ആൻഡ് coconuts ആൻഡ് നീഗ്രോ ഹണ്ടേഴ്സ്. അവിടെ ആൾക്കുരങ്ങുകളുണ്ട്, നീഗ്രോ ഹണ്ടേഴ്സ് ഉണ്ട്, അവരെയൊക്കെ കാണാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ കുട്ടി. നെക്സ്റ്റ്, ദ ബോയ് വാണ്ട്സ് ടു സീ ദ നൈൽ റിവർ where crocodile and red flamingos can be seen. ഫ്ലാമിംഗോ ഒരു റെഡിഷ് ഒരു പിങ്കിഷ് കളറിലുള്ള അരയന്നം പോലെയുള്ള ഒരു ഡക്കിന്റെ വിഭാഗത്തിൽ വരുന്ന ഒരു റെഡ് ഫ്ലാമിംഗോ. ഫ്ലാമിംഗോ ഒക്കെ ഉള്ള ക്രോക്കഡൈലൊക്കെ ഉള്ള മുതലകളൊക്കെ ഉള്ള നൈൽ നദിയിലേക്ക്. Then he will go to jungles with man-eating tigers. മാൻ-ഈറ്റിംഗ് ടൈഗേഴ്സ് ഉള്ള ജംഗിളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ ഇമാജിനറി ഇൻ ദ സൗണ്ട് ഓഫ് എ ബോയ് അറൽ സ്റ്റീവൻസൺ പറയാണ് ഇവിടേക്കൊക്കെ കുട്ടി പോകാൻ ആഗ്രഹിക്കുന്നു. ലാസ്റ്റ് കംസ് ആൻ ഏൻഷ്യന്റ് സിറ്റി ഇൻ ഈജിപ്ത്. പോയതിന്റെ അവസാനത്തേക്ക് എത്തുമ്പോൾ ഒരു ഈജിപ്തിലുള്ള എല്ലാരാലും ഉപേക്ഷിക്കപ്പെട്ട ഒരു സിറ്റിയിലേക്ക് പോകാൻ കുട്ടി ആഗ്രഹിക്കുന്നതായിട്ട് പറയുന്നുണ്ട്. ഇറ്റ് ഈസ് ഡെസേർട്ടഡ്. ഡെസേർട്ടഡ് മീൻസ് വിജനമാണ്, ക്വയറ്റ് ആണ്, അവിടെ ആരും തന്നെ ഇല്ല. There the boy will come when he is a man. അവനൊരു മാൻ ആയി കഴിഞ്ഞ്, ഒരു പുരുഷനായി കഴിഞ്ഞ് ഞാൻ ഇവിടേക്ക് എത്തും എന്ന് കുട്ടി പറയുന്നുണ്ട്. And he will find the wall pictures and the toys here. Toys there. അവിടെ ഉള്ള ടോയ്സും വാൾ പിക്ചേഴ്സും ഒക്കെ ഫിത്തിയിലൊക്കെ ഉള്ള യോദ്ധാക്കളുടെ പിക്ചേഴ്സും ഒക്കെ കാണാനായിട്ട് കുട്ടി വരുന്നതായിട്ട് പറയുന്നുണ്ട്. സോ ഇത്രയും സ്ഥലങ്ങളിലാണ് ആറൽ സ്റ്റീവൻസൺ ഞാൻ പറഞ്ഞതുപോലെ ഇൻ ദ വോയിസ് ഓഫ് എ ബോയ്, ഒരു ബോയുടെ ശബ്ദത്തിൽ പോകാൻ ആഗ്രഹിക്കുന്ന ഇമാജിനറി ആൻഡ് റിയൽ പ്ലേസസ്. ഇറ്റ്സ് എ മിക്സ്ചർ. ആൻഡ് ദ ലാംഗ്വേജ് ഓഫ് ദ പോയം ഈസ് വെരി സിമ്പിൾ ബട്ട് എഫക്റ്റീവ്. നമുക്ക് പോയം വായിക്കുമ്പോൾ ഇമാജിനറിയും റിയലുമായിട്ടുള്ള പ്ലേസസ് ഇങ്ങനെ കോർത്തിണക്കുന്നത് കൊണ്ട് ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടായേക്കാം. അതർവൈസ് ഇറ്റ്സ് എ സിമ്പിൾ പോയം ബട്ട് എഫക്റ്റീവ്. Pictures can be seen in so many word pictures. Sorry, once again there is a mistake. So many word pictures can be seen in the poem. സോ നിങ്ങളത് കറക്റ്റ് ചെയ്ത് എഴുതുക. നോട്ട്ബുക്കിലേക്ക് എഴുതി പഠിക്കാനായിട്ട്, ഒരു ബുക്കിലേക്ക് എഴുതി പഠിക്കാനായിട്ട് ശ്രമിക്കുകയും വേണം. അതുപോലെ റൈമിംഗ് സ്കീം, ഈ പോയത്തിനുടനീളം ഒരു റൈമിംഗ് സ്കീം ഫോളോ ചെയ്യുന്നുണ്ട്. എ ബി BBCZ is the rhyming scheme. Altogether, the poem is one of the wonderful poems of Stevenson, R.L. Stevenson. സോ ട്രാവൽ എന്ന് പറയുന്ന പോയത്തിന്റെ ക്ലാസ്സസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ആൻസേഴ്സ് അതിലുണ്ട്. ഇപ്പൊ വേർ ഡസ് ദ പോയറ്റ് ലൈക്ക് ടു വിസിറ്റ് എന്നുള്ള ക്വസ്റ്റ്യന്റെ ഒക്കെ ആൻസർ ബൈ ഹാർട്ട് ചെയ്ത് തന്നെ വെക്കുക. എക്സാമിന് ഉറപ്പായിട്ടും ട്രാവലിൽ നിന്ന് ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യണം. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 19ാമത്തെ ചോദ്യമായിട്ട് ചോദിച്ചിരുന്നു. 2024 ക്വസ്റ്റ്യൻ പേപ്പറിൽ റൈറ്റ് എ പാരഗ്രാഫ് അബൌട്ട് ദി സെമിട്രി ദ ഓതർ വിസിറ്റഡ്. ഇറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ ഫ്രം ദ ചാപ്റ്റർ ദ ഗിഫ്റ്റ്. എസ്.കെ. പൊറ്റക്കാട് ഡിസ്ക്രൈബ്സ് ദ സെമിട്രി ആസ് ദി ബ്രൈഡൽ റൂം ഓഫ് ഡെത്ത്. സെമിത്തേരി എന്ന് തന്നെയാണ് നമ്മൾ മലയാളത്തിൽ പറയുക. ഇൻ ഇംഗ്ലീഷ് ഇറ്റ് പ്രൊനൗൺസ്ഡ് ആസ് സെമിട്രി. ഒരു ബ്രൈഡൽ റൂം ഓഫ് ഡെത്ത് എന്നാണ് എസ്.കെ. പൊറ്റക്കാട് സെമിത്തേരിയെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അതായത് അലങ്കരിച്ചിരിക്കുന്ന പൂക്കൾ കൊണ്ട് ഒരു നവവധുവിന്റെ മുറി പോലെ അലങ്കരിച്ചിരിക്കുന്നതുകൊണ്ടാണ് ബ്രൈഡൽ റൂം ഓഫ് ഡെത്ത് എന്ന് പറയുന്നത്. ദ സെമിട്രി വാസ് സറൗണ്ടഡ് ബൈ എ ഗാർഡൻ. അത് മാത്രമല്ല, സെമിട്രിക്ക് ചുറ്റും ഗാർഡൻ ഉണ്ട്. ദ ഏരിയ വാസ് വെരി കാം ആൻഡ് വാസ്റ്റ്. വളരെ കാം ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആണ് നമ്മുടെ എസ്.കെ. പൊറ്റക്കാടിനെ, നമ്മുടെ ഓതറിനെ സെമിട്രിയിലേക്ക് എന്താ പറയുന്നത്, ക്ഷണിക്കുന്നത് എന്ന് നമ്മൾ ചാപ്റ്ററിൽ കാണുന്നുണ്ട്. He could see endless rows of tombstones. ശവകുടീരങ്ങൾക്കാണ് tomb എന്ന് പറയുന്നത്. And there were simple tombstones near marble ones. എല്ലായിടും ഡിസ്ക്രിമിനേഷൻസ് ഉണ്ട് അല്ലെ? പാവപ്പെട്ടവന്റെയും പണക്കാരന്റെയും ശവകുടീരങ്ങൾ ഒരേ സിമിട്രിയിലാണുള്ളത്. സിമ്പിൾ ടൂം ഉണ്ട്, അതേപോലെ തന്നെ മാർബിൾ വൺസും ഉണ്ട്. പൈസക്കാരൻ മാർബിൾ വെച്ചുള്ള ശവകുടീരം ഉണ്ടാക്കിയപ്പോ മൺകൂന മാത്രമായിരിക്കും പാവപ്പെട്ടവനുള്ളത്. ഡ്യൂക്സ് ആൻഡ് ലോർഡ്സ്,
ഡ്യൂക്കും ലോർഡും പ്രഭു എന്ന് പറയുന്ന മലയാളം ടേമിന്റെ ഒരു സിനോണിമായിട്ട് വരുന്നതാണ്. ഓർഡിനറി വർക്കേഴ്സ് ആൻഡ് ലേബറേഴ്സ് വെർ ബറീഡ് സൈഡ് ബൈ സൈഡ്. ഡ്യൂക്ക് ആയിക്കോട്ടെ, ഒരു ഓർഡിനറി വർക്ക്മാൻ അല്ലെങ്കിൽ ഒരു വർക്കർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ലേബറർ ആയിക്കോട്ടെ, ഒരു തൊഴിലാളി ആയിക്കോട്ടെ, ഇവരെല്ലാം സൈഡ് ബൈ സൈഡ് ആയിട്ട് സെമിട്രിയിൽ കിടന്നുറങ്ങുന്നുണ്ട് അല്ലെ. ദ വേരിയസ് ഓണേഴ്സ് ആൻഡ് ടൈറ്റിൽസ് വെർ ലിസ്റ്റഡ് ഓൺ എ മാർബിൾ ടൂം. ഒരുപാട് ടൈറ്റിൽസ്, ഒരുപാട് ബഹുമതികളൊക്കെ കിട്ടിയിട്ടുണ്ടാവും. അതൊക്കെ മാർബിൾ ടൂമിന്റെ മുകളിൽ കുത്തിവെച്ചിട്ടുണ്ട്, ഇൻസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. The shadow of the wooden cross was there at the tomb of an unknown person. ഒരു പാവപ്പെട്ടവന്റെ പ്രത്യേകിച്ചൊരു ബഹുമതിയും കിട്ടിയിട്ടില്ലാത്തൊരു പാവപ്പെട്ടവന്റെ സ്റ്റോൺ ടൂമിന്റെ മുകളില് ഒരു വുഡൻ ക്രോസ്, ഒരു തടി കൊണ്ടുണ്ടാക്കിയ കുരിശ് നാട്ടിയിട്ടുണ്ട്. ഗ്ലൂമി പീപ്പിൾ, അവിടെ വന്നവരാരും സന്തോഷത്തിലായിരിക്കില്ല അല്ലെ. സെമിട്രിയിൽ വന്നിട്ടുള്ള എല്ലാ ആൾക്കാരും സാഡ് ആയിരിക്കും. സോ സാഡ് ആൻഡ് സോംബ് എന്നുള്ള ടേമൊക്കെ നമ്മുടെ പോയിറ്റ്, നമ്മുടെ ഓതർ യൂസ് ചെയ്യുന്നുണ്ട്. സോ ഗ്ലൂമി പീപ്പിൾ മൂഡ് ലൈക്ക് കളേർഡ് ഷാഡോസ് ക്യാരിയിങ് ബൊക്കെ. ബൊക്കെ കയ്യിൽ വെച്ച് ഗ്ലൂമി ആയിട്ട് ഒരു കളേർഡ് ഷാഡോസ് പോലെ, പല നിറത്തിലുള്ള നിഴലുകൾ പോലെ ഇങ്ങനെ നടന്ന് സെമിട്രിയിലൂടെ പോകുന്നത് എസ്കേപ്പറ്റേക്കാട് കാണുന്നുണ്ട്. സോ റൈറ്റ് പാരഗ്രാഫ് അബൌട്ട് ദി സെമിട്രി ദ ഓതർ വിസിറ്റഡ് എന്നുള്ള ക്വസ്റ്റ്യനും റിപ്പീറ്റഡ് ആയിട്ട് ഓവർ ആൻഡ് ഓവർ പല തവണയായിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ജസ്റ്റ് ലേൺ ഇറ്റ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഇസ് ദ ലവ് പ്രസന്റഡ് ബൈ ദ പോയിറ്റ്? വാലും തലയുമില്ലാത്തൊരു ചോദ്യമായി പോയല്ലോ എന്ന് എനിക്ക് തോന്നി. കാര്യം വില്യം ഷേക്സ്പിയർ എന്നോ 7 ഏജസ് ഓഫ് മാൻ എന്നോ ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്തിട്ടില്ല. പാഠം പഠിക്കാത്ത, ചാപ്റ്ററിലൂടെ കടന്നു പോകാത്ത ഒരാൾക്ക് ലവർ എന്നുള്ളത് ഒരു കൺസെപ്റ്റ് കാണും. മേ ബി ഹി മേ ഡിസ്ക്രൈബ് ദാറ്റ് ലവർ. അങ്ങനെയല്ല പോയിറ്റ് ഉദ്ദേശിക്കുന്നത്. വില്യം ഷേക്സ്പിയർ പറയുന്ന ലവറിനെ കുറിച്ചാണ് നമുക്ക് എഴുതേണ്ടത്. സോ 7 ഏജസ് ഓഫ് മാൻ ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ്. ഏറ്റവും പ്രാധാന്യം കൊടുത്ത് പഠിക്കേണ്ട ഒരു ചാപ്റ്റർ തന്നെയാണ്. സോ അതിലെ ഓരോ സ്റ്റേജസും, 7 സ്റ്റേജസ് ഉണ്ടെങ്കിൽ ഓരോ സ്റ്റേജസും ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങളോട് 2 മാർക്കിന് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചാലും യു ഹാവ് ടു മെൻഷൻ വില്യം ഷേക്സ്പിയർ ആൻഡ് ദി ടൈറ്റിൽ ഓഫ് ദി പോയം 7 ഏജസ് ഓഫ് മാൻ. ഓക്കെ, സോ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദ പോയം പ്രസൻസ് ദ 7 phases ഓഫ് ഹ്യൂമൻ ലൈഫ്, ഓർ ദേ ആർ കോൾഡ് ആസ് 7 ഏജസ്. 7 ഏജസ് എന്ന് പറയുന്നത് ഹ്യൂമൻ ലൈഫിന്റെ പല ഫേസസ് ആണ്. William Shakespeare wants us to realize the fact that human life is like a drama on the world stage. വേൾഡ് എന്താ പറയുക, ഈ സ്റ്റേജ് ഉണ്ടല്ലോ, നമ്മൾ ഈ നാടകം കളിക്കുന്നത് ഈ ലോകമാകുന്ന സ്റ്റേജിലാണ് എന്നൊക്കെയാണ് ഷേക്സ്പിയർ പറയുന്നത്. അദ്ദേഹത്തിന്റെ ഫ്രീക്വന്റ്ലി കോട്ടഡ് ആയിട്ടുള്ള ലൈൻസ് ആണ് ഇതൊക്കെ. ഓക്കെ, സോ the central theme found in this poem is the changing phases of life. നമ്മുടെ ലൈഫിന്റെ ചേഞ്ചിങ് ഫേസസിനെ കുറിച്ച് വളരെ കൃത്യമായി ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു പോയമാണ് 7 ഏജസ് ഓഫ് മാൻ. ഇനിയാണ് നമ്മൾ ശരിക്കും ലവറിനെ എങ്ങനെ പ്രസന്റ് ചെയ്തിരിക്കുന്നു എന്നുള്ള ഉത്തരത്തിലേക്ക് വരുന്നത്. ദ ലവർ ഈസ് സൈയിങ് ലൈക്ക് ഫർനേസ്. ഒരു പുകക്കുഴയിൽ നിന്ന്, ചിമ്മിനിയിൽ നിന്ന് പുക വമിക്കുന്നത് പോലെയാണ് ലവറിന്റെ സൈ, അവന്റെ നെടുവീർപ്പ്. വിത്ത് എ ഓഫുൾ ബാലഡ്. ഓഫുൾ ബാലഡ് എന്ന് പറഞ്ഞാൽ ഒരു സോറോഫുൾ ആയിട്ടുള്ള ലവറാണ് കേട്ടോ. ഫുൾഫിൽമെന്റ് ഒന്നും കിട്ടാത്തൊരു ലവറാണ്. എന്താ പറയുന്നത്, സാഫല്യത്തിൽ എത്താത്ത ലവിനാണ്, അല്ലെങ്കിൽ പ്രണയത്തിനാണ് കൂടുതൽ മാധുര്യം എന്ന് പറയുന്നത് പോലെ വില്യം ഷേക്സ്പിയർ പറയുന്നത് ഓഫുൾ ബാലഡ്സ്. ഈ ലവറ് ഓഫുൾ ആയിട്ടുള്ള ശോകപൂർണമായ ഗാനങ്ങളൊക്കെ പാടി മെയ്ഡ് ടു ഹിസ് മിസ്ട്രസ് ഐബ്രോ, മിസ്ട്രസിന്റെ കൺപിരുകങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞ് പാട്ടുപാടി ഫർണേസിൽ നിന്ന്, ചിമ്മിനിയിൽ നിന്ന് പുക വമിക്കുന്നത് പോലെ നെടുവീർപ്പിട്ട് നിൽക്കുന്ന നമ്മുടെ ലവർ. ഹി സൈസ് ആൻഡ് റൈറ്റ്സ് സാഡ് വേഴ്സസ് ഇൻ പ്രൈസ് ഓഫ് ഹിസ് ബിലവഡ്സ് ബ്യൂട്ടി. അദ്ദേഹത്തിന്റെ ലവറിന്റെ അവളുടെ ആ നല്ല ബ്യൂട്ടി ഉണ്ടല്ലോ, ആ സൗന്ദര്യം വർണ്ണിച്ചുകൊണ്ട് നിൽക്കുന്ന, വിഷമിച്ച് അതിന്റെ വരികളെ എഴുതുന്ന, വേഴ്സസ് മീൻസ് വരികളാണ്, പോയമാണ്, കവിതകൾ എഴുതുന്ന നമ്മുടെ ലവർ. അതായിരുന്നു ദ ലവർ പ്രസന്റഡ് ബൈ ദ പോയറ്റ് വില്യം ഷേക്സ്പിയർ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, write a short paragraph of the importance of good manners in life. Good manners, once again, one of the most important chapters. ഏറ്റവും പ്രാധാന്യം കൊടുക്കണം. നിങ്ങൾ ഈ പറയുന്ന 5 ചോദ്യങ്ങളും
ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ കണക്കാക്കി പഠിക്കേണ്ടതാണ്. ഗുഡ് മാനേഴ്സിൽ നിന്ന് ഉറപ്പായും ചോദ്യമുണ്ടാവും. ജെ.സി. ഹിൽസ് എസ്സേ ഗുഡ് മാനേഴ്സ് teaches us that being polite is more than just saying please and thank you. പ്ലീസും താങ്ക് യു ഒക്കെ പറയണം എന്നാണ് നമ്മൾ ഗുഡ് മാനേഴ്സ് കൊച്ചുകുട്ടികളുടെ ക്ലാസ്സസിൽ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഏറ്റവും നല്ല മാനേഴ്സ് എന്ന് പറയുന്നത് ഇഫ് യു ഹേർട്ട് സംവൺ സോറി പറയണം, അല്ലെ? ഇഫ് സംവൺ ഈസ് ഡൂയിങ് ഫേവർ ഫോർ യു ദെൻ താങ്ക് യു. ഇഫ് യു വോണ്ട് സംതിങ് ജസ്റ്റ് പ്ലീസ് പറഞ്ഞിട്ട് പറയാൻ. അങ്ങനെയൊക്കെയാണ് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നതെങ്കിൽ ഗുഡ് മാനേഴ്സിൽ ജെ.സി. ഹില്ല് പറയുന്നുണ്ട് പൊളൈറ്റ് ആയിരിക്കുക. പൊളൈറ്റ് എന്ന് പറഞ്ഞാൽ വളരെ സഭ്യമായി മര്യാദയോടുകൂടി പെരുമാറുക എന്നുള്ളത് പ്ലീസും താങ്ക് യും പറയുന്നതിനേക്കാളും ഇമ്പോർട്ടന്റ് ആണ്. ഇറ്റ്സ് അബൌട്ട് ബീങ് കൈൻഡ് ആൻഡ് ഹെൽപ്ഫുൾ ടു അതേഴ്സ്, എസ്പെഷ്യലി ദോസ് ഇൻ നീഡ്. ആവശ്യമുള്ളവരെ സഹായിക്കാനും മറന്നു പോകാൻ പാടില്ല. വെൻ എ സ്ട്രോങ് യങ് മാൻ who only cares about himself, നമ്മളെ കുറിച്ച് മാത്രം കൺസേൺ ചെയ്യുന്ന ഒരു യങ് മാനെ കുറിച്ച് ജെ.സി. ഹില്ല് തുടക്കത്തിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ഗെറ്റ് സിക്ക് ദെൻ ഹി ലേൺസ് ദ വാല്യൂ ഓഫ് കൈൻഡ്നെസ്. അദ്ദേഹത്തിന് ഒരു അസുഖം വരുമ്പോഴാണ് അദ്ദേഹം കൈൻഡ്നെസ്സിനെ കുറിച്ച്, മറ്റുള്ളവരെ സഹായിക്കുന്നതിനെ കുറിച്ച് ബോധവാനാവുന്നത്. The essay says good manners make life better for everyone, like oil that makes a machine run smoothly. എങ്ങനെയാണോ ഒരു മെഷീനെ സ്മൂത്ത് ആയിട്ട് അതിന്റെ ഓയിലൊക്കെ ഇട്ട് നമ്മൾ തന്നെ സെറ്റ് ചെയ്യുന്നത്, അതുപോലെ ഗുഡ് മാനേഴ്സ് നമ്മളുടെ എല്ലാവരുടെയും ജീവിതം ബെറ്റർ ആക്കാൻ സഹായിക്കും. ബൈ ബീങ് കൈൻഡ് ആൻഡ് റെസ്പെക്ട്ഫുൾ വി ക്രിയേറ്റ് എ ഹാപ്പിയർ വേൾഡ്. ഒരു ഹാപ്പിയർ വേൾഡ് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് പൊളൈറ്റ് ആയിരുന്നു, കൈൻഡ് ആയിരുന്നു, മറ്റുള്ളവരെ ബഹുമാനിച്ചുമൊക്കെ സാധിക്കും. സോ നിങ്ങളുടെ ഈ ഒരു ഈക്വലൻസി ടെക്സ്റ്റിൽ +2 എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുമ്പോൾ ഉറപ്പായും പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് ആണ് ഗുഡ് മാനേഴ്സ് ഉണ്ട്, ട്രാവൽ ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ 7 നേച്ചേഴ്സ് ഓഫ് മാൻ ഉണ്ട്. ഈ ഒരു ചാപ്റ്റേഴ്സ് ഒന്നും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ പഠിക്കേണ്ടതാണ്. സോ മൈ എക്സെൻട്രിക് ഗസ്റ്റ് ഇസ് another important chapter. How far is the author's love of wildlife revealed in My Eccentric Guest? My Eccentric Guest എന്നുള്ളത് നമ്മുടെ റസ്കിൻ ബോണ്ടിന്റെ ചാപ്റ്റർ ആണ്. റസ്കിൻ ബോണ്ട് വളരെ നല്ല രീതിയിൽ നമ്മുടെ വൈൽഡ് ലൈഫ് ക്രിയേച്ചേഴ്സിനെ അല്ലെങ്കിൽ നമ്മുടെ സഹജീവികളെയും കൂടെ സ്നേഹിക്കണം എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു ചാപ്റ്റർ ആണ്. In the essay My Eccentric Guest, Ruskin Bond writes about insects, ചെറുപ്രാണികളെ കുറിച്ച്, ബേർഡ്സിനെ കുറിച്ച്, ആൻഡ് അതർ വൈൽഡ് ക്രിയേച്ചേഴ്സ് ദാറ്റ് എൻറ്റർ ഇൻ ടു ഹിസ് കോട്ടേജ്. അദ്ദേഹത്തിന്റെ കോട്ടേജിലേക്ക്, ഹിമാലയൻ താഴ്വരകളിലുള്ള അദ്ദേഹത്തിന്റെ കോട്ടേജിലേക്ക് കയറുന്ന ഇൻസെക്റ്റിനെ കുറിച്ച്, ബേർഡ്സിനെ കുറിച്ച്, വൈൽഡ് ക്രിയേച്ചേഴ്സിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. In his loneliness in Himalayan valley, Ruskin Bond welcomes insects, birds and little wild creatures. ചെറു പ്രാണികളെയൊക്കെ അദ്ദേഹത്തിന്റെ ഹിമാലയൻ വാലിയിലുള്ള ആ ലോൺലെസ്സിലേക്ക്, ഏകാന്തതയിലേക്ക് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഹി ട്രീറ്റഡ് ദം ആസ് ഗസ്റ്റ്. അവരെ പെറ്റ്സ് ആയിട്ടല്ല, ഗസ്റ്റ് ആയിട്ടാണ് അദ്ദേഹം കാണുന്നത്. ഹിസ് ഓപ്പൺ വിൻഡോസ് ദാറ്റ് അലോ പ്ലെന്റി ഓഫ് ഫ്രഷ് എയർ ഇൻ ടു ഹിസ് റൂം വാസ് ഓൾസോ എ വെൽക്കം ഡോർ ടു ദീസ് ഗസ്റ്റ്. അദ്ദേഹം എപ്പോഴും അദ്ദേഹത്തിന്റെ ഇൻഡോർസിലേക്ക്, വീടിനകത്തേക്ക് ഒരുപാട് ഫ്രഷ് എയർ കയറണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയായതുകൊണ്ട് he always open the windows and doors. വിൻഡോസ് ഓപ്പൺ ആക്കി തന്നെ ഇട്ടിരിക്കും. അത് ശരിക്കും നമ്മുടെ ഈ ഇൻസെക്ട്സിനും ബേർഡ്സിനും ഈ ലിറ്റിൽ വൈൽഡ് ക്രിയേച്ചേഴ്സിനും ഒക്കെ ഒരു വെൽക്കം കൊടുക്കുന്നത് പോലെയാണ്. So he was not that selfish to drive them away out to the heavy rain. നമ്മളൊക്കെ ചെയ്യുന്നത് പോലെ ഈ പ്രാണികളെ എടുത്ത് മഴയത്തേക്ക് എറിയാനല്ല റസ്കിൻ ബോണ്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ അത്തരത്തിലല്ല റസ്കിൻ ബോണ്ട് പെരുമാറുന്നത്. ഹി ഈസ് വെൽക്കമിങ് ഓൾ ദീസ് ഇൻസെക്ട്സ്. സോ ഹിസ് വിസിറ്റേഴ്സ് ഇൻക്ലൂഡ് ബാംബു ബീറ്റിൽ. ഒരു ബാംബു ബീറ്റിലിനെ കുറിച്ച് പറയുന്നുണ്ട്, ഒരു ചെറിയ വണ്ട്. ആൻഡ് ട്രഷസ്, ഒരു ബേർഡിനെ കുറിച്ച് പറയുന്നുണ്ട്. സ്ക്വിറൽ, അണ്ണാനെ കുറിച്ച് പറയുന്നുണ്ട്. മാൻഡിസ്, നമ്മുടെ ഗ്രാസ് ഹോപ്പറിനെ പോലെ, പുൽച്ചാടിയെ പോലെ ഒരു ഇൻസെക്ട്. ആൻഡ് എ ടൈനി ബാറ്റ്. ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, ഒരു ടൈനി ബാറ്റിനെ കുറിച്ചും പറയുന്നുണ്ട്, ഒരു ചെറിയ വവ്വാലിനെ കുറിച്ച്. ദ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് വൺ, ഈ ഒരു ചാപ്റ്ററിലെ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് വൺ ആയിട്ട് റസ്കിൻ ബോണ്ട് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന ഈ ടൈനി ബാറ്റിനെ തന്നെയാണ്. ഹി ഫ്ലൈസ് അണ്ടർ ദ ചെയർസ് ആൻഡ് ടേബിൾസ്.
അത് ഫെമിലിയർ ആയിട്ടുള്ള ബാറ്റിന്റെ രീതി മുകളിലൂടെ പറക്കുന്നതാണെങ്കിൽ ഓൺ ദി ഒരു കോൺട്രറി ആയിട്ട് അല്ലെങ്കിൽ കോൺട്രാസ്റ്റ് ആയിട്ട് താഴെ കൂടെയാണ് ഇത് പറക്കുന്നത്. The author watches their mannerisms and acts so closely. ഓതറിന് വളരെ ക്യൂരിയസ് ആയിട്ട് തോന്നി ഈ ഒരു ടൈനി ബാറ്റിന്റെ ഒരു മാനറിസം. അദ്ദേഹം അത് വളരെ ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നതായിട്ട് നമുക്ക് ഈ ചാപ്റ്ററിൽ കാണാം. സോ നമ്മുടെ ഈ ഒരു വീഡിയോയുടെ ഒരു എന്താ എയിം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് +2-ന് പലർക്കും ടെൻഷൻസ് ഉണ്ടാവും. പഠിക്കാൻ സമയത്ത് എന്ത് പഠിക്കണം, ഒരുപാട് പഠിക്കാനുണ്ടല്ലോ എന്നുള്ള ടെൻഷൻസ് ഉണ്ടാവും, ഇതൊക്കെ ഉണ്ടാവും. പക്ഷെ ഈക്വലൻസി സ്റ്റുഡന്റ് ആയിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഏജ് വൈസ് പല ഫേസസിൽ നിൽക്കുന്ന ആൾക്കാരാണ്. നമ്മുടെ 7 സ്റ്റേജസ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത് പോലെ പല ഫേസസിലുള്ള ആൾക്കാരായിരിക്കും. ഏജ് വൈസ് നിങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറ്റിവെച്ച് ഈ പറയുന്ന ചാപ്റ്റേഴ്സ് എങ്കിലും വളരെ നല്ല രീതിയിൽ ഒരു ചെറിയ പാരഗ്രാഫ് വീതമെങ്കിലും എഴുതി പഠിച്ച് തയ്യാറായി എക്സാമിന് പോവുകയാണെങ്കിൽ എക്സാം വിൽ ബി വെരി ഈസി ഫോർ യു. നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് എക്സാമിനെ ഫേസ് ചെയ്യാനായിട്ട് സാധിക്കും. So, all the very best to everyone, those who watching this video. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ആണ് പറയാനുള്ളത്. നല്ല രീതിയിൽ പഠിക്കുക, നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. ഈ പറയുന്ന ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന ചാപ്റ്റേഴ്സ് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. നിങ്ങൾ ഇനി സമയത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു ഇത്ര സമയമേ ഉള്ളൂ ടൈം ലൈൻ അല്ലെങ്കിൽ ഡെഡ് ലൈൻ ഒക്കെ സെറ്റ് ചെയ്തിട്ട് പഠിച്ചു തുടങ്ങാം. ഇറ്റ്സ് എ പീക്ക് ടൈം ടു സ്റ്റഡി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏജ് ഇസ് നോട്ട് എ ബാരിയർ. നിങ്ങളുടെ ഏജ് എനിക്ക് ഒരുപാട് ഏജ് ആയല്ലോ എന്ന് കരുതി പഠിക്കാൻ ഇനിയും വൈകിപ്പിക്കരുത്. ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്ന് പറയുന്നത് പോലെ ദിസ് ഈസ് ദ റൈറ്റ് ടൈം. യു ജസ്റ്റ് സ്റ്റാർട്ട്, യു ക്യാൻ ഡു ഇറ്റ്. സോ ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്.